അല്ലാതെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അപക്വത ഒരിക്കൽ കൂടി വിളിച്ചറിയിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. അത് വസ്തുതാപരമല്ല, രണ്ട് ചരിത്രപരമായും അത് ശരിയല്ല. പാർലമെൻറ്റ് സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിവാദ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. RSSനെയും CPMനെയും ഒരേപോലെ എതിർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ യോഗത്തിൽ, ഇന്ന് വൈകിട്ട് ചേർന്ന യോഗത്തിൽ CPM പങ്കെടുക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിന് മറുപടിയുമായി CPM MPയും DYFI അഖിലേന്ത്യാ നേതാവുമായിട്ടുള്ള A റഹീം മീഡിയ വണ്ണുമായി ചേരുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുമോ? കാര്യം പ്രത്യേകിച്ച് ഇങ്ങനൊരു പ്രസ്താവന RSSനെയും CPMനെയും സമീകരിച്ചുകൊണ്ട് ഒരേപോലെ എതിർക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ സ്ഥിതിക്ക് CPMൻ്റെ കേന്ദ്ര നേതൃത്വം അത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു അപക്വമായ സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഇതിൽ നിന്ന് പിന്മാറാൻ നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പങ്കെടുക്കും. ഈ പ്രസ്താവന എങ്ങനെയാണ് കാണുന്നത്? അല്ലാതെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അപക്വത ഒരിക്കൽ കൂടി വിളിച്ചറിയിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. അത് വസ്തുതാപരമല്ല, രണ്ട് ചരിത്രപരമായും അത് ശരിയല്ല. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതാവാണ് എന്നതുകൊണ്ട് CPIMനോട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. ആ വ്യത്യസ്തമായ അഭിപ്രായം പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് പറയേണ്ടി വരും, പറയുകയും ചെയ്യണം. തർക്കമില്ല. ഞങ്ങൾക്കും അങ്ങനെയാണല്ലോ. ഇപ്പോൾ കോൺഗ്രസിനോട് വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അത് ഏത് സമയത്താണ് പറയേണ്ടത്? മൂർത്തമായ രാജ്യത്തിൻ്റെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കട്ടെ. ഇപ്പോൾ CPIMനെയാണോ നിങ്ങൾ ഈ പറയാനെടുത്തൊരു സാഹചര്യവും കാലവും തെറ്റിപ്പോയി എന്ന് തന്നെയാണോ? തീർച്ചയായും അത് ഇന്ത്യയെ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടത്ര കൺസേൺ ഇല്ല എന്നതിൻ്റെ തെളിവാണത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം എന്ന് പറയുന്നത് ബുൾഡോസ് ചെയ്യപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ, ആക്രമിക്കപ്പെടുന്ന ദളിതർ, അങ്ങനെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹം, അപകടപ്പെടുന്ന ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ. ഇത്തരമൊരു സന്ദർഭത്തിൽ സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയ്ക്കെതിരെ ശക്തമായ ഫൈറ്റിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാൾ. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. BJP എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു അംബ്രല പോലെ നിന്ന് എല്ലാ പാർട്ടികളെയും കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണോ അഭിപ്രായം? രണ്ട് തരത്തിലാണ്. ഒന്ന്, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ ചരിത്രവിരുദ്ധമായൊരു കാര്യം പറയരുത്, വസ്തുതാവിരുദ്ധമായ ബാലിശമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലവാരത്തിന് ചേർന്നതല്ല എന്ന് ജനം വിലയിരുത്തേണ്ടി വരും. എന്നാൽ അതേസമയം തന്നെ അങ്ങ് പറഞ്ഞതുപോലെ രാജ്യത്ത് BJP വിരുദ്ധ രാഷ്ട്രീയ ചേരിയെ ആകെ ഒരുമിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരാൾ ഇങ്ങനെ പറയേണ്ടതാണോ? അതാണ് ഞാൻ പറയുന്നത്. മൂർത്തമായ സാഹചര്യം തെറ്റല്ലേ? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഇതാണോ? അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം BJPക്കെതിരെ അദ്ദേഹം എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുകയും വ്യക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുകയും BJP ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നതല്ലേ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം? അവസാനമായ ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. ആം ആദ്മി പാർട്ടി വർഷങ്ങളായി കോൺഗ്രസിൻ്റെ ഒപ്പം ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ നിന്ന TMC പലപ്പോഴും ഇണക്കവും പിണക്കവുമായി നിന്നിട്ടുണ്ട്. അവരും പങ്കെടുക്കുന്നില്ല എന്ന്. ഇതൊരു ഇന്ത്യ മുന്നണി ഒരു ദുർബലപ്പെടുന്ന ഒരു കാഴ്ചയാണോ കാണുന്നത്? രാഹുൽ ഗാന്ധിയാണോ ഉത്തരം പറയേണ്ടത് അതിന്? ഈ ഡൽഹിയിലെ കോൺഗ്രസ്സുകാരുടെ വാക്കും കേട്ട് ഈ ഡൽഹിയിൽ പോയി എന്നിട്ട് നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും ഒരുപോലെയാണെന്ന് പ്രസംഗിച്ചപ്പോൾ ഓർമ്മിക്കണമായിരുന്നു രാഹുൽ ഗാന്ധി. അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് വസ്തുതാപരമായി ശരിയാണോ? ആ സമീകരണത്തിലൂടെ യഥാർത്ഥത്തിൽ RSSനെ അല്ലേ സഹായിക്കുന്നത്? ഇപ്പോൾ CPIMും RSSും ഒരുപോലെയാണെന്ന സ്റ്റേറ്റ്മെൻറ്റ് ആരെയാണ് സഹായിക്കുന്നത്? RSSനെ അല്ലേ? RSS എന്ന ഏറ്റവും നിയോ ഫാസിസ്റ്റ് പ്രവണത കാണിക്കുന്ന ഒരു ഫാസിസ്റ്റ് പ്രവണതയുള്ളൊരു പാർട്ടിയെ, ആ പാർട്ടി CPM, അപ്പോൾ ആളുകൾ കരുതുന്നത് എന്താ? ഇത്രയും കാലം അധികാരത്തിലിരുന്ന ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടി, ഇത്രക്കേ ഉള്ളൂ, CPMനെ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ കരുതുള്ളൂ. അരവിന്ദ് കെജ്രിവാളും നരേന്ദ്രമോദിയും ഒരുപോലെയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ CPMും RSSും. അതിനേക്കാൾ ആപൽക്കരമായ പ്രസ്താവനയല്ലേ ഇത്? അതിനേക്കാൾ ആപൽക്കരമായ പ്രസ്താവനയല്ലേ? അതായത് ഇതിലെല്ലാം തന്നെ അങ്ങേറ്റത്തെ ചരിത്രവിരുദ്ധതയുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ RSSനെ ആ രൂപത്തിൽ സഹായിച്ചിട്ടുള്ളത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി RSSൻ്റെ സഹായം തേടിയിരുന്നു. RSS ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കാൻ സന്നദ്ധമായിരുന്നു. അടിയന്തരാവസ്ഥാനന്തരമുള്ള ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും BJP ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അത് രാജീവ് ഗാന്ധിയുടെ കാലത്തേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു കാര്യം? രാഹുൽ ഗാന്ധി അതെല്ലാം കണ്ടു വളർന്ന ആളല്ലേ? രാഹുൽ ഗാന്ധി സ്വന്തം പിതാവിൻ്റെ ഭരണനിർവഹണം കണ്ട ആളല്ലേ?
എന്താ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ചെയ്തത്? ഷബാനു ബിഗം കേസിന് ശേഷം അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അയോധ്യയിൽ ചെയ്ത രാഷ്ട്രീയ കളി എന്തായിരുന്നു? അതിൻ്റെ തുടർച്ചയിലല്ലേ? ഞാൻ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ആം ആദ്മി പാർട്ടിയെ തിരികെ ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണോ അങ്ങയുടെ ആഗ്രഹം? അല്ല, യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അതെല്ലാം പൊതുവിൽ പാർട്ടി തന്നെ CPIM തന്നെ അഭിപ്രായം പറയേണ്ട കാര്യമാണ്. പക്ഷേ ഞാനതിൽ കാണുന്നൊരു കാര്യം, മേ ബി അടക്കമുള്ള നേതാക്കന്മാർ അരവിന്ദ് കെജ്രിവാളിനെ പോയി സന്ദർശിച്ചിരുന്നു. അല്ല അതെന്തുകൊണ്ടാണ്? അത് കാലത്തിൻ്റെ ആവശ്യകതയല്ലേ? അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം. അരവിന്ദ് കെജ്രിവാളിന് പക്ഷേ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ ബോധ്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിനില്ലാതെ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് കരുതുന്നത് എന്താണ്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് ഡൽഹിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്, ഡൽഹിയിലെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും ഇത്തരത്തിൽ നിരുത്തരവാദ സ്റ്റേറ്റ്മെൻ്റ് എടുത്താൽ ജനം അങ്ങനെ കാണുകയുള്ളൂ. പക്ഷേ ഇവരെല്ലാം കൂട്ടിവയ്പ്പിക്കാൻ ബാധ്യസ്ഥരായ ഒരാൾ അവിടെ പോയി നിന്ന് അവരെക്കാൾ മോശമായ നിലയിൽ അങ്ങനൊരു പ്രസംഗം നടത്തുന്നതിൻ്റെ രാഷ്ട്രീയ പക്വത എന്താണ്? ഇനി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് പലതും ചെവിയിൽ ഓതി കൊടുക്കുന്നുണ്ടാകും. അത് കേട്ട് തുള്ളേണ്ടയാളാണോ രാഹുൽ ഗാന്ധി? കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അന്ധമായ മാർക്സിസ്റ്റ് വിരുദ്ധതയാൽ എന്തെങ്കിലും പ്രസംഗിച്ചാൽ ജനം അതിനെ അങ്ങനെ കാണുകയുള്ളൂ. പക്ഷേ ഇന്ത്യയിലാകെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരാൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അത് ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകരുത്. ഏതായാലും കൃത്യമായ ഒരു രാഷ്ട്രീയ മറുപടി തന്നെയാണ്, പക്വതയോടുകൂടിയുള്ള ഒരു മറുപടി തന്നെയാണ് റഹീം നൽകിയിരിക്കുന്നത്. അതായത് CPM-നെയും RSSനെയും സമീകരിച്ച ആ നിലപാടിനോട് കടുത്ത വിയോജിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ത്യ സഖ്യം വിടാനോ ഇന്ത്യ സഖ്യത്തിലെ യോഗത്തിൽ നിന്ന് മാറി നിൽക്കാനോ CPM തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദിനൊപ്പം D. ധനസ്മോദ്, മീഡിയ 1, ഡൽഹി.